സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. മൊഴിയെടുക്കുന്നതും പരാതിക്കാരുമായി ബന്ധപ്പെടുന്നതും വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും. പുരുഷ ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുക്കുന്നുവെന്ന വിമർശനം വന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, 7 അംഗ സംഘമാണ്, അതിൽ 4 വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പുരുഷ ഉദ്യോഗസ്ഥരാണ് എന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ അതിൽ വിമർശനമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനൊരു തീരുമാനം? കൃത്യമായി അത് വനിതാ ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്? അനുജ, തീർച്ചയായും ഈ 7 അംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അന്വേഷണം വേണം, ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിരുന്നു. അപ്പോഴും പ്രതിപക്ഷം പിന്നീട് ഉയർത്തിയ വലിയൊരു ആരോപണം, അത് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതായിരുന്നു, ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരിക്കണം ഈ അന്വേഷണം എന്നുള്ളതാണ്. പക്ഷേ ഈ അന്വേഷണത്തിന്റെ തലപ്പത്ത് IG ജി സ്പർജൻ കുമാറിനെ ആയിരുന്നു നിയമിച്ചിരുന്നത്. അത് വലിയ വിമർശനത്തിന് കാരണമായി. കാരണം പ്രത്യേകിച്ചും ഈ ഇരയാക്കപ്പെട്ടവരോ അതല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടവരോ ആയ നടിമാരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും അവർക്ക് ഏത് നിലയിലാണ് ഒരു പുരുഷൻ നേതൃത്വം നൽകുന്ന അന്വേഷണ കമ്മീഷന് മുൻപിൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഴുവൻ അന്വേഷണത്തിൻ്റെയും മേൽനോട്ടവും മറ്റ് ചുമതലകളും എല്ലാം സ്ത്രീകൾ മാത്രമായിരിക്കും, വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും എന്നുള്ള നിലയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ തന്നെ മൊഴിയെടുക്കുന്നതും മറ്റ് ഈ വനിതകളോട് ചൂഷണത്തിന് ഇരയായവരോട് സംസാരിക്കുന്നതും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാകും എന്നൊരു അറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ആ മേൽനോട്ടം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളെല്ലാം നിർവഹിക്കുക വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ആ വലിയ വിമർശനം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ നിലയിലേക്ക് സർക്കാർ ഒരു മാറ്റം വരുത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഔദ്യോഗികമായ ആ വിഷയം അറിയിപ്പായി തന്നെ വരും. അങ്ങനെ വരുന്നതോടുകൂടി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായി മേൽനോട്ടം എന്നൊക്കെ പറയുന്നത് IG സ്പർജൻ കുമാറിന് തന്നെ ആയിരിക്കില്ലേ? അതുപോലെ തന്നെ മറ്റ് ചുമതലകളൊക്കെ ഇവർ നിർവഹിക്കില്ലേ? ഇവർ തുടരില്ലേ ഈ സംഘത്തിൽ? തീർച്ചയായും ആ 7 അംഗ സംഘത്തെ അങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനം. പക്ഷേ ഇവരുടെ ഈ പുരുഷ ഉദ്യോഗസ്ഥരുടെ ചുമതല അന്വേഷണത്തിൽ ഇവരെ സഹായിക്കുക, മറ്റു കാര്യങ്ങളിൽ സഹായിക്കുക, ക്രോഡീകരിക്കുക എന്നത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഈ മൊഴിയെടുപ്പ്, തെളിവ് ശേഖരണം, മറ്റ് ഇടപെടലുകൾ ഈ പരാതിക്കാരുടേതിന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആരോപണ വിധേയരുടെ മൊഴിയെടുക്കാനും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയാകും നേതൃത്വം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ കാര്യങ്ങൾ, തെളിവ് ശേഖരണം, അതിൻ്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വനിതാ ഉദ്യോഗസ്ഥർ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പുരുഷ ഉദ്യോഗസ്ഥർ അപ്പോൾ എന്തിനാ സംഘത്തിൽ പുരുഷ ഉദ്യോഗസ്ഥർ എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ളതുൾപ്പെടെയുള്ള മറുപടികൾ വ്യക്തമായി തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വിമർശനം എന്തായാലും ഫലം കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ വിമർശനം അത് ഫലം കണ്ടിരിക്കുന്നു. അതിന് ഒരു 4 ഉദ്യോഗസ്ഥർ, ഈ സംഘത്തിലുള്ള 4 ഉദ്യോഗസ്ഥർക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളെല്ലാം നൽകിയിരിക്കുന്നു. അപ്പോഴും ഈ മേൽനോട്ടം, ഈ സംഘത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ ഈ IG സ്പർജൻ കുമാറിനാണ് എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിലെന്തെങ്കിലും മാറ്റം വരുമോ എന്നുകൂടി ഇനി കാണേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.